PSC ഇഷ്ടപ്പെടുന്ന ഒരു യുവാവ് ഇതിന്റെ മെയിൻ റീസൺ എന്തുകൊണ്ട് യുവാക്കൾ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സിസ്റ്റത്തിന്റെ അപജയമാണ്. കാരണം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മികച്ച അധ്യാപകരുണ്ട്, പക്ഷെ നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പുറത്തോട്ട് പോകുന്നത്? ഏറ്റവും മികച്ച സിലബസ് അവിടെ കൊടുക്കുന്നത് കൊണ്ടാണ്. അത് നമ്മളുടെ ഇവിടെ സിസ്റ്റത്തിൽ ഇപ്പൊ ഞാൻ പഠിച്ചത് BCom MCom ആണ്, പക്ഷെ ഞാൻ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട പ്രപ്പോസൽ ഉണ്ടാക്കാനാണ്. പക്ഷെ എന്നെ അവിടെ പഠിപ്പിക്കുന്ന അക്കൗണ്ടൻസിയാണ് കൂടുതലും ഊന്നൽ നൽകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അതിലുണ്ട്. അപ്പൊ ഇഷ്ടപ്പെടുന്ന ഒരു യുവാവിന് പോലും ബിസിനസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. കാരണം ആ സിസ്റ്റം നല്ലതാണ്. അതെ, ഒരു ബിസിനസ് ചെയ്ത അയാളുടെ മുഖത്തുള്ള ആഹ്ലാദത്തിന്റെ സൂര്യൻ. അല്ല, ഞാനൊരു സംരംഭകനാണ്, അത് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റം നമുക്കൊന്ന് റീവാമ്പ് ചെയ്യണം. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, സെനറ്റ് മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ അവിടെ എഡ്യൂക്കേഷനെ കുറിച്ച് അധികം ചർച്ച പോലും നടക്കുന്നില്ല. അവിടെ രാഷ്ട്രീയമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്തിൽ GDP-യുടെ ടോട്ടൽ വിഹിതത്തിന്റെ 2% പോലും R&Dയിൽ കൊടുക്കുന്നില്ല, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് എല്ലാവരെയും നമുക്ക് ബ്ലെയിം ചെയ്യാം. ഇത് ഒരു കൂട്ട ഉത്തരവാദിത്തമായി എടുത്തുകൊണ്ട് നമുക്ക് മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ഈ പ്രശ്നം വരില്ല. ഈ കേരളത്തിന്റെ സാഹചര്യത്തില് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ സാഹചര്യമില്ലാത്ത ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരി അല്ലെങ്കിൽ ചെറുപ്പക്കാരന് എന്ത് പണി കിട്ടും ബിസിനസ്സിൽ? സാർ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? അൺസർട്ടൺ ആണ്. നമ്മൾ പുതിയ മേഖല വെട്ടി തുറക്കണം. അപ്പൊ അതുപോലൊരു സാധ്യത വന്നതാണ് ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് ഉറപ്പാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് വീട് വെച്ച ആൾക്കാരുണ്ട്, ചാരിറ്റി ചെയ്യുന്നവരുണ്ട്. അത് പുതിയൊരു വാങ്ങിച്ച് പറഞ്ഞു പോകുന്നവരുണ്ട്. എക്സാക്ട്ലി. അപ്പൊ അത് പുതിയൊരു മേഖല നമ്മൾ അവർ നടന്നുപോയി ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്തു. അതാണ്. അപ്പൊ നമ്മളൊരു തോട്ടുണ്ട്, ടൂറിസം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് അല്ലെങ്കിൽ IT, ഇതിൽ മാത്രം നമ്മൾ നിന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന്. ഇവിടെ റിസർച്ച് സാധ്യത ഉണ്ട് 100%. ഓക്കെ.